കൊല്ലം കുളത്തൂപ്പുഴയിലാണ് ഓയിൽ പാം കോർപ്പറേഷന്റെ എണ്ണപ്പനത്തോട്ടത്തിൽ ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലിയ വെല്ലുവിളിയാണ് തീ അണയ്ക്കുക എന്നുള്ളത്. അവർ ഒരു ഭാഗത്ത് എണ്ണപ്പനത്തോട്ടത്തിന് സമീപത്ത് തീ അണച്ചിരുന്നു, പക്ഷെ മറുഭാഗത്ത് തീ പടരുന്നുണ്ട്. ആ മേഖലയിലുള്ള ചെറുപ്പക്കാരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് കഴിയുന്നത് പോലെ തീ കെടുത്താനുള്ള ശ്രമത്തിലാണ്. അവർ കയ്യിൽ കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് അതിനായി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ കുറച്ച് ഉദ്യോഗസ്ഥരെത്തി നാട്ടുകാരുടെ സഹായത്തോടെ വെള്ളം എത്തിച്ച് ആ ഉയരത്തിൽ പടരുന്ന തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ ഈ തീ പടർന്നു, ആരെങ്കിലും തീയിട്ടതാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന് കൃത്യമായൊരു സ്ഥിരീകരണം ഔദ്യോഗികമായി തന്നെ വരേണ്ടതുണ്ട്. അത് അധികൃതർ തന്നെ നൽകേണ്ടതുമാണ്. ഈ ഘട്ടത്തിൽ ആ തീ അണയ്ക്കുക എന്നതിനാണ് പ്രഥമ പരിഗണന. അതിനായുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് സംഘം അവിടെയുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെയുള്ള നാട്ടുകാർ, ചെറുപ്പക്കാർ അവർ ഇടപെട്ട് ആ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നതാണ്. നേരത്തെ ഒരു എണ്ണപ്പനയിലേക്ക് തീ പടർന്നത് നമ്മൾ കണ്ടതാണ്. വളരെ വേഗത്തിൽ ആ എണ്ണപ്പന കത്തി നശിച്ചു. തൊട്ടടുത്തുള്ള എണ്ണപ്പനകളിലേക്ക് കൂടി അവിടെ നിന്ന് തീ പടരുന്നുണ്ട്. അടിക്കാട് വെട്ടിയിരുന്നില്ല ചില മേഖലകളിൽ എന്ന് പറയുന്നു. അതുകൊണ്ട് വളരെ വേഗത്തിൽ തീ ആളാനിടയായി, തീ പടരാനിടയായി. പ്രദേശത്ത് കനത്ത പുകപടലമുണ്ട്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അരുൺ രാജ് വീണ്ടും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ കൂടുതൽ ഫയർഫോഴ്സ് സംഘം എത്തേണ്ടതുണ്ടല്ലോ ഇങ്ങനെ ഈ തീ പടരുകയാണെങ്കിൽ? കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ ചെറുപ്പക്കാർ പറഞ്ഞതുപോലെ തന്നെ അപ്പുറത്ത് കാടുണ്ട്, ജനവാസ മേഖലയുണ്ട്. അപ്പോൾ അവിടേക്ക് എത്തുന്നതിന് മുൻപ് തീ പൂർണ്ണമായും അണയ്ക്കണമല്ലോ. കൂടുതൽ ഫയർഫോഴ്സ് എത്തേണ്ടി വരുമല്ലോ അരുൺ? തീർച്ചയായും ഉന്മേഷ്, ഇതിൽ ഏറ്റവും പ്രധാന പ്രശ്നം ഈ 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് ആദ്യം അറിയിച്ചത്. പക്ഷേ 3 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് നിലവിൽ സ്ഥലത്തുള്ളത്. ഇപ്പോൾ ഈ കുടിവെള്ള ടാങ്കറുകളിലടക്കം വെള്ളം എത്തിച്ചുകൊണ്ട് ഈ ഫയർഫോഴ്സ് വാഹനത്തിൽ നിറച്ച് അവിടെ നിന്ന് ഈ പോയി വെള്ളമെടുക്കാനുള്ള സമയം അത് ക്രമീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തേക്ക് ഫയർഫോഴ്സിന്റെ വാഹനം എത്തുകയാണ്. ഈ ഫയർഫോഴ്സിന്റെ വാഹനം ഇവിടെ എത്തിയാൽ സ്വാഭാവികമായും ഈ മുകളിൽ കാണുന്ന ആ വലിയ തീ അത് വലിയ തോതിൽ പടരുന്നുണ്ട്. ആ തീ അണയ്ക്കാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും മറുവശത്ത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അവിടെ തീ പൂർണ്ണമായും അണച്ചിട്ട് മുമ്പേ വന്നതാണ്. ആ ഭാഗത്ത് എണ്ണപ്പന വീണ്ടും തീ പിടിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് ഉദ്യോഗസ്ഥർക്ക് വെല്ലുവിളിയാകുന്നത് ഈ കാറ്റാണ്. മറുഭാഗത്ത് ചെറിയ തീപ്പൊരിയിൽ പോലും വേഗത്തിൽ കത്തി നശിക്കുന്ന എണ്ണപ്പനകൾ അത് വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട്. എന്തായാലും ഫയർഫോഴ്സിന്റെ വാഹനം ഈ സ്ഥലത്തേക്ക് എത്തുന്നു. മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 2 ചെറുപ്പക്കാർ അവിടെ തീയണച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഭാഗത്തേക്ക് ഇപ്പോൾ വെള്ളം എത്തിച്ചുകൊണ്ട് തീയണയ്ക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഫയർഫോഴ്സിന്റെ വാഹനം ഒടുവിൽ ഈ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. അത് ഈ ഭാഗം വരെ ഈ വാഹനം എത്തുകയുള്ളൂ. ഇതിനുശേഷം വലിയ തോതിൽ ഓസിട്ട് വാഹനം മുകളിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവിടേക്ക് എത്തിക്കേണ്ടി വരും. എന്തായാലും നാട്ടുകാരുടെ സേവനം അത് എടുത്തു പറയേണ്ടതാണ്. ഇവിടുത്തെ ജീവനക്കാർക്കൊപ്പം ഈ ഫയർഫോഴ്സ് യൂണിറ്റൊപ്പം ഒരു നാട് ഒന്നാകെ ചേർന്നുകൊണ്ട്, ആ ചെറുപ്പക്കാർ ഒന്നാകെ ചേർന്നുകൊണ്ട് തീയണയ്ക്കുന്ന കാഴ്ച, തങ്ങളുടെ ജീവൻ പോലും മാനിക്കാതെ ആ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കിലോമീറ്ററുകളോളം തീ വ്യാപിച്ചിട്ടുണ്ട്. ഉന്മേഷ്, ശരി അരുൺ. അപ്പോൾ സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കുക അരുൺ. വിവരങ്ങൾക്ക് വേണ്ടി അരുണിലേക്ക് തിരികെ എത്താം. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം അവിടെ തുടരുകയാണ്. ഫയർഫോഴ്സിൻ്റെ ഒരു വാഹനം അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരും. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ രാജ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് നിന്ന്.